ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ്റെ അകത്ത് എക്സാമിന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ അഡ്രസ്സിംഗ് മോഡ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഇൻസ്ട്രക്ഷൻസിൻ്റെ അകത്ത് എന്തുണ്ടാവും, ഓപ്പറേഷൻസ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും അങ്ങനെ അരിത്മാറ്റിക് ആൻഡ് ലോജിക് ഇൻസ്ട്രക്ഷൻസ് പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. അപ്പോൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഓപ്പറൻസ് വേണം. അപ്പോൾ ഓപ്പറൻസ് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, ഒന്നുകിൽ രജിസ്റ്റേഴ്സിലായിരിക്കും അല്ലെങ്കിൽ മെമ്മറിയിലായിരിക്കും. അപ്പോൾ ഓപ്പറൻസിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് അഡ്രസ്സിംഗ് മോഡ്സിൽ പറയുന്നത്. അതായത് നിങ്ങളൊരു ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഓപ്പറൻസ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് അഡ്രസ്സിംഗ് മോഡ് വെച്ചിട്ട് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഓപ്പറൻറ്റിന് എന്ത് ചെയ്യണം, നമ്മൾ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഓപ്പറൻറ്റിന് ഫെച്ച് ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഈ അഡ്രസ്സിംഗ് മോഡ്സ് വെച്ചിട്ടാണ് കുറേ റൂൾസ് ഉണ്ടാവും, എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള റൂൾസ് ഉണ്ടാവും. ആ റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്രസ്സിനെ മോഡിഫൈ ചെയ്യുന്നത്. ആ മോഡിഫൈ ചെയ്ത അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറൻസിനെ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ റെപ്രസെൻറ്റേഷൻ്റെ അകത്തും എങ്ങനെയാണെന്ന് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് അതിന് മുന്നേ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു രജിസ്റ്റർ ഉണ്ടായിരുന്നില്ലേ. പ്രോഗ്രാം കൗണ്ടർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷനെ കീപ്പ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടാകുമ്പം അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം കൗണ്ടർ യൂസ് ചെയ്യുന്നത്. അപ്പം നോർമലി ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് അടുത്ത ഇൻസ്ട്രക്ഷനിൽ പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടർ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു നോർമൽ പ്രോഗ്രാമിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. പ്രോഗ്രാം കൗണ്ടർ പോയിന്റ് ചെയ്തിരിക്കുന്നത് 200 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്. അപ്പോൾ 200 എന്ന് പറയുന്ന ലൊക്കേഷൻ, ലോഡ് ടു AC എന്ന് പറയുന്നതാണ് ഇൻസ്ട്രക്ഷൻ, ദെൻ മോഡാണ്. ദെൻ R1 എന്ന് പറയുന്ന രജിസ്റ്റർ, അതിൻ്റെ അകത്ത് 400 എന്ന് പറയുന്ന ലൊക്കേഷൻ, അതായത് R1 രജിസ്റ്റർ 400, 700 എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഡാറ്റ. ദെൻ XR എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് 100 എന്ന് പറയുന്ന ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ദെൻ AC അക്യുമുലേറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു മെമ്മറീൻ്റെ സെഗ്മെൻറ്റ് കാണിക്കുന്നതാണ്. ഓരോ ലൊക്കേഷൻസ് കാണിച്ചിട്ടുണ്ട്, ഓരോ ലൊക്കേഷൻസിലുള്ള ഡാറ്റാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ അഡ്രസ്സിംഗ് മോഡും എക്സാമ്പിൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ അഡ്രസ്സിംഗ് മോഡാണ് ഇംപ്ലൈഡ് മോഡ്. ഇംപ്ലൈഡ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും എവിടെ നിന്നാണ് ഫെച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഫർദർ വേറെ ഒരു മോഡ് വെച്ചിട്ട് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ CMA എന്ന് പറയുന്ന കമാൻഡ്, CMA കമാൻഡ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, കോംപ്ലിമെൻറ്റ് അക്യുമുലേറ്റർ. അപ്പോൾ കോംപ്ലിമെൻറ്റ് അക്യുമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേറ്റർ കണ്ടൻ്റ് ആണ് ഇവിടെ എന്ത് വരുന്നത്, ഓപ്പറൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടോ ഒന്നും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇംപ്ലൈഡ് ആണ്. CMA എന്ന് പറയുന്ന ഒരു കമാൻഡ് കണ്ടു കഴിഞ്ഞാൽ ആ കമാൻഡിൽ തന്നെ ഉണ്ട് എവിടെയാണ് ഓപ്പറാൻഡ് ഉള്ളതെന്ന്. അക്യുമുലേറ്റർ കണ്ടൻ്റ് ആണ് ഓപ്പറാൻഡ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷനെയാണ് എന്ത് പറയുന്നത്, ഇംപ്ലൈഡ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കമാൻഡിൽ തന്നെ എന്താണ് ഓപ്പറൻഡ് എന്ന് ഇംപ്ലൈഡ് ആയിരിക്കും, വേറെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ CMA എന്ന് പറയുന്നതാണ് അതിൻ്റെ എക്സാമ്പിൾ വരുന്നത്. കോംപ്ലിമെൻറ്റ് അക്യുമുലേറ്റർ ആണ്. അക്യുമുലേറ്റർ ആണ് നമ്മുടെ ഓപ്പറൻഡ് ആയിട്ട് വരുന്നത്. അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അക്യുമുലേറ്ററിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത് ഇംപ്ലൈഡ് മോഡാണ്. ഓക്കെ. സെക്കൻഡ് അഡ്രസ്സിംഗ് മോഡാണ് ഡയറക്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇൻസ്ട്രക്ഷൻ്റെ അകത്തേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് അഡ്രസ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് അഡ്രസ്സ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് 500 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ആയിട്ട് അഡ്രസ്സ് കൊടുക്കുന്നത്. അപ്പോൾ 500 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 500 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് പോകും. ദെൻ 800 ആണ് ഡാറ്റ. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്നാൽ ലോഡ് ടു AC എന്ന് പറയുന്നതാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യണം. അപ്പോൾ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് 500 ആണ്. അപ്പോൾ അക്യുമുലേറ്ററിൽ 500 എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള ഡാറ്റേനെ ലോഡ് ചെയ്യാനാണ് പറയുന്നത്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ആയിരിക്കുമ്പോൾ 500 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് പോകും, അവിടുത്തെ ഡാറ്റേനെ എടുക്കും 800, ദെൻ അതിനെ എടുത്തിട്ട് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. അതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സിൽ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്,
ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് ദ ഡാറ്റ ടു ബി യൂസ്ഡ്. അതായത് ഡയറക്റ്റ് നമ്മൾ കൊടുക്കുന്ന ഏത് ഡാറ്റയാണോ അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. അഡ്രസ് ഓഫ് ദ ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ് നമ്മളെ ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് ഒരു അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സിൽ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ഉണ്ടാവും. അതായത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റും ഇൻഡയറക്റ്റും നേരത്തെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് ഇൻഡയറക്റ്റ് അഡ്രസ്സാണ്. ഇൻഡയറക്റ്റ് അഡ്രസ്സ് അറിയാൻ നിങ്ങൾക്ക് അഡ്രസ്സ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ അഡ്രസ് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അഗെയിൻ നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്ത ഓപ്പറൻറ്റിൻ്റെ അഡ്രസ്സ് ആയിരിക്കും, ഓപ്പറൻ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ലോഡ് ടു എ സി എന്ന് പറയുന്നതാണ് ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് 500 എന്ന് പറയുന്ന ലൊക്കേഷനാണ്. അപ്പോൾ 500 ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് മോഡാണ്. അപ്പോൾ 800 എന്ന് പറയുന്ന ഡാറ്റ കിട്ടും. ഈ 800 ഡാറ്റ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യേണ്ട കണ്ടന്റ് അല്ല. 800 എന്ന് പറയുന്നത് അഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യണം, ആ അഡ്രസ് ഫീൽഡിലേക്ക് പോകണം. ആ അഡ്രസ് ഫീൽഡിൽ അഗെയിൻ ഡാറ്റ ഉണ്ടാവും. 300 എന്ന് പറയുന്നതാണ് ഡാറ്റ. ദെൻ ആ 300 എന്ന് പറയുന്ന ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും, അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. അതാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് കൊടുക്കില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഒറിജിനൽ ഓപ്പറാൻഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ്റെ അഡ്രസ്സ് മാത്രമായിരിക്കും, ഓപ്പറാൻഡ് ആയിരിക്കില്ല. അതാണ് ഇൻഡയറക്റ്റ് മോഡ് എന്ന് പറയുന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത അഡ്രസ്സ് എന്ന് പറയുന്നത് രജിസ്റ്റർ മോഡാണ്. രജിസ്റ്റർ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റേഴ്സ് ആയിരിക്കും ഓപ്പറാൻഡ് ആയിട്ട് വന്നിട്ടുണ്ടാവുക. അതായത് നിങ്ങൾ ആഡ് R1+R2 എന്നൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ വരുന്നത്, രജിസ്റ്റേഴ്സ് ആണ് ഈ ഓപ്പറൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ഓപ്പറൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെയാണ് രജിസ്റ്റർ മോഡ് അഡ്രസ്സിംഗ് മോഡിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ R1 = 400 എന്ന് കൊടുത്ത്, R1 നിങ്ങൾ ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. R1 രജിസ്റ്ററിൽ 400 എന്ന് പറയുന്നതാണ് ഡാറ്റ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 400 എന്ന് പറയുന്നതാണ് എന്ത്, ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 400 ഓപ്പറാൻഡ് എന്ത് ചെയ്യും, നിങ്ങളുടെ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. ഇവിടെ നിങ്ങൾ ഈ അഡ്രസ്സ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ലോഡ് ടു എ സി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ R1 ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ R1-ലെ ഡാറ്റേനെ എടുത്തിട്ട് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ R1 രജിസ്റ്ററിൽ 400 ആണുള്ളത്. അപ്പോൾ 400 എന്ത് ചെയ്യും, അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കും. അതാണ് ചെയ്യുന്നത്. ഇവിടെ മെമ്മറി റിലേറ്റഡ് അല്ല, ഇവിടെ ജസ്റ്റ് രജിസ്റ്ററിലെ കണ്ടന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി രജിസ്റ്റർ ഇൻഡയറക്റ്റ് മോഡ്. രജിസ്റ്റർ ഇൻഡയറക്റ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്ററിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു അഡ്രസ്സ് ആയിരിക്കും. നമ്മൾ നേരത്തെ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ കണ്ടതുപോലെ തന്നെ നേരത്തെ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ എന്താ കൊടുത്തിരിക്കുന്ന ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് ഒരു അഡ്രസ്സാണ്. അതുപോലെ നേരത്തെ നമ്മൾ രജിസ്റ്റർ മോഡിലാണെങ്കിൽ നമ്മൾ രജിസ്റ്ററിലെ കണ്ടന്റ് തന്നെയാണ് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുന്നത്. പക്ഷേ രജിസ്റ്റർ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ രജിസ്റ്ററിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു മെമ്മറി അഡ്രസ്സ് ആയിരിക്കും. ആ മെമ്മറി അഡ്രസ്സിൽ എന്തുണ്ടാവും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവും. ഇവിടെ നോക്കുക, R1-ൽ കണ്ടന്റ് എന്ന് പറയുന്നത് 400 ആണ്. ഈ 400 എന്ന് പറയുന്നത് ഇഫക്റ്റീവ് അഡ്രസ്സാണ്. അപ്പോൾ 400 എന്ന് പറയുന്ന ഇഫക്റ്റീവ് അഡ്രസ്സിലേക്ക് പോകും നമ്മൾ. ആ അഡ്രസ്ഡ് ലൊക്കേഷനിൽ എന്തുണ്ട്, 700 എന്ന് പറയുന്ന ഡാറ്റയുണ്ട്. ആ ഡാറ്റേനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു അഡ്രസ്സ് ആയിരിക്കും. അഡ്രസ് ലൊക്കേഷനിലെ ഡാറ്റ എടുത്തിട്ട് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. അതാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് മോഡ് എന്ന് പറഞ്ഞുകൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്തത് ഇമ്മീഡിയറ്റ് മോഡ്. അപ്പോൾ ഇമ്മീഡിയറ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഡ് A1, 100 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 100 എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് ഡാറ്റയാണ്. ആ ഇമ്മീഡിയറ്റ് ഡാറ്റ A1 അല്ല R1 വരിക. ആഡ് R1, 100 എന്ന് കൊടുക്കുകയാണെങ്കിൽ R1 രജിസ്റ്ററിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡാറ്റ 100 ആഡ് ചെയ്യും. അതാണ് ഓപ്പറേഷൻ വരുന്നത്. അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡാറ്റാസ് സപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഇമ്മീഡിയറ്റ് മോഡ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഓപ്പറാൻഡ്സ് കൊടുക്കുന്ന സമയത്ത്. അപ്പം ഈ ഒരു ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ലോഡ് ടു എ സി 500 എന്ന് കൊടുക്കുന്നത്. ഇവിടെ അഡ്രസ്സ് അല്ല, 500 എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ഡാറ്റയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 500 എന്ന് പറയുന്ന ഡാറ്റ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യേണ്ട കണ്ടന്റ് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ അഡ്രസ്സും കൊടുക്കുന്നില്ല, രജിസ്റ്ററും കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് എന്താണോ ഡാറ്റ ലോഡ് ചെയ്യേണ്ടത് ആ ഡാറ്റേനെ ഡയറക്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള മോഡിനെയാണ് എന്ത് പറയുന്നത്, ഇമ്മീഡിയറ്റ് മോഡ് എന്ന് പറയുന്നത്. അടുത്തത് ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡാണ്. ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ്സിന് എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് ചെയ്യും.
അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഇപ്പം രജിസ്റ്റർ ഡാറ്റയായിട്ടായിരിക്കും അഡ്രസ്സ് കൊടുക്കുന്നത്. ദെൻ നിങ്ങൾ R1 രജിസ്റ്ററിൽ 400 ആണ് ഡാറ്റ ഉള്ളത്. എന്ത് ചെയ്യും, R1നെ ഇൻക്രിമെൻറ്റ് ചെയ്യും. R1നെ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ഒരു ലൊക്കേഷനിൽ എന്താണോ ഉള്ളത് ആ ലൊക്കേഷനിലെ ഡാറ്റയാണ് എടുത്തിട്ട് ലോഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ R1ൽ 400 ആണുള്ളത്. R1 ഈസ് ഇൻക്രിമെൻറ്റഡ് 401. ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ഓപ്പറാൻഡ് 700 ആയിരിക്കും. അതായത് നിങ്ങൾ 400ലെ ഡാറ്റ ഫെച്ച് ചെയ്യും, ദെൻ 401 ആക്കും. 401 എന്ന് പറഞ്ഞ ലൊക്കേഷനിലുള്ള ഡാറ്റ ആയിരിക്കും അടുത്ത നെക്സ്റ്റ് എക്സിക്യൂഷനിൽ ഫെച്ച് ചെയ്യുന്നത് 401 എന്ന് പറയുന്ന ലൊക്കേഷനിലെ ഡാറ്റ ആയിരിക്കും. ഇപ്പോൾ 400ലെ ലൊക്കേഷനിലെ ഡാറ്റ 700 നിങ്ങൾ ഫെച്ച് ചെയ്യും, ദെൻ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. അതാണ് ഇൻക്രിമെൻറ്റ് മോഡ്. ഇനി അതുപോലെ തന്നെ ഓട്ടോ ഡിക്രിമെൻറ്റ് മോഡ് ഉണ്ട്. ഓട്ടോ ഡിക്രിമെൻറ്റ് മോഡിലാണെങ്കിലും സെയിം തന്നെയാണ് വരിക. R1 എന്ത് ചെയ്യും, ഡിക്രിമെൻറ്റ് ചെയ്യും. ഡിക്രിമെൻറ്റ് ചെയ്തിട്ട് 399 ലൊക്കേഷനിൽ 450 എന്ന് പറയുന്ന ഡാറ്റയാണുള്ളത്. ആ 450 എന്ന് പറയുന്ന ഡാറ്റ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ രജിസ്റ്റർ ഇസ് ഡിക്രിമെൻറ്റഡ് ബിഫോർ ഇറ്റ്സ് വാല്യൂസ് യൂസ്ഡ് ടു ആക്സസ് ദ മെമ്മറി. അതായത് ആദ്യം ഡിക്രിമെൻറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെമ്മറി ആക്സസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ആക്സസ് ചെയ്തതിന് ശേഷമാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇവിടെ ആദ്യം ഡിക്രിമെൻറ്റ് ചെയ്യും, അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, വാല്യൂ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ 400ലെ ഡാറ്റ അല്ല ആക്സസ് ചെയ്യുന്നത്, 399ലെ ഡാറ്റയാണ് ആക്സസ് ചെയ്യുന്നത് ഓട്ടോ ഡിക്രിമെൻറ്റ് മോഡ് വരുന്ന സമയത്ത്. ദെൻ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണ്. റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു അഡ്രസ്സ് ഉണ്ടാവും, അതിൻ്റെ കൂടെ എന്തുണ്ടാവും, ആ ആഡ് ചെയ്യേണ്ട ഒരു റിലേറ്റീവ് പാർട്ട് ഉണ്ടാവും, ഒരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 500 ഇവിടെ ആഡ് ചെയ്യാൻ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് 202 എന്ന് പറയുന്ന പാർട്ടാണ്. അപ്പോൾ 202 എന്ന് പറയുന്ന പാർട്ട് നിങ്ങളുടെ 500ഉമായിട്ട് ആഡ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന ആ ഒരു അഡ്രസ്സ്, അതിനെയാണ് ഇഫക്റ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ആ ഒരു അഡ്രസ്സിലുള്ള ലൊക്കേഷനിലെ ഡാറ്റ തന്നെയായിരിക്കും നിങ്ങൾ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അത് 500 പ്ലസ് സം വാല്യൂ, ആ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടാകും എല്ലാതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വാല്യൂ വെച്ചിട്ട് ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒറിജിനൽ അഡ്രസ്സ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് നോർമലി പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം കൗണ്ടർ കറൻ്റ്ലി എവിടെയാണ് ഉള്ളത്, 201, അതായത് അഡ്രസ്സ് ഏതാണെന്നുള്ളത് ഫെച്ച് ചെയ്യുന്നിടത്താണ് നമ്മൾ പ്രോഗ്രാം കൗണ്ടർ ഉള്ളത്. അപ്പോൾ അത് ഫെച്ച് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് അടുത്ത ഇൻസ്ട്രക്ഷനെ പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 202 അതാണ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ പോയിന്റ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് ചെയ്യുന്ന ആ ഒരു അഡ്രസ്സിനോടാണ് എന്ത് ചെയ്യുന്നത്, ഈ അഡ്രസ്സ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നോർമലി പ്രോഗ്രാം കൗണ്ടർ അഡ്രസ്സാണ് റിലേറ്റീവ് അഡ്രസ്സായിട്ട് യൂസ് ചെയ്യുന്നത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന ആ ലൊക്കേഷനിലെ ഡാറ്റേനെ ഫെച്ച് ചെയ്യും. അതാണ് നമ്മൾ ഓപ്പറൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡാണ്. അടുത്തത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ്. അപ്പോൾ ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ XR എന്ന് പറയുന്ന രജിസ്റ്റർ യൂസ് ചെയ്തത്. അപ്പോൾ അതൊരു ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്തിട്ടുണ്ടാകും. ആ ഇൻഡെക്സ് വാല്യൂ ആണ് XRൽ ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ XR ലോഡ് ചെയ്ത ആ വാല്യൂ പ്ലസ് നമ്മുടെ ഈ അഡ്രസ് വാല്യൂ 500, അത് രണ്ടും കൂടി ആഡ് ചെയ്യും. അപ്പോൾ XRൽ 100 ഉണ്ട്, നിങ്ങളുടെ അഡ്രസ്സിൻ്റെ അകത്ത് 500 ഉണ്ട്. ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, 600 കിട്ടും. അപ്പോൾ 600 ആണ് നിങ്ങളുടെ ഇഫക്റ്റീവ് അഡ്രസ്സ്. അപ്പോൾ ഒരു ഇൻഡെക്സ് വാല്യൂ നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്, അതാണ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും പേരിൽ തന്നെ അതിനെ പറ്റിയുള്ള ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് എഴുതിയാൽ മതി. ഇപ്പോൾ 600 എന്ന് പറയുന്ന ലൊക്കേഷൻ നോക്കും, 600ൽ 900 എന്ന് പറയുന്നതാണ് ഡാറ്റ. ആ ഡാറ്റേനെ എടുത്തിട്ട് എന്ത് ചെയ്യും, അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. അതാണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡിൽ ചെയ്യുന്നത്. ദെൻ ബേസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് പോലെ തന്നെയാണ്, ഒരു ബേസ് വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. ആ ബേസ് രജിസ്റ്റർ എന്ത് ചെയ്യും, അഡ്രസ് പാർട്ടുമായിട്ട് ആഡ് ചെയ്യുക ചെയ്യുന്നത്. നിങ്ങളിപ്പം ഇൻഡെക്സ് വാല്യൂ കൊടുത്തില്ലേ, അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ബേസ് രജിസ്റ്റർ വാല്യൂ കൊടുക്കും. ആ ബേസ് രജിസ്റ്റർ എന്ത് ചെയ്യും, ആഡഡ് ടു ദ അഡ്രസ് പാർട്ട് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യും, ഇഫക്റ്റീവ് അഡ്രസ്സ് കിട്ടും. ബാക്കിയെല്ലാം സിമിലർ തന്നെയാണ്, സിമിലർ ടു ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ്. എന്ത് ചെയ്യും, ആ ഒരു വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഡാറ്റേനെ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുക ചെയ്യുന്നത്. രണ്ടും ഏകദേശം സിമിലർ ആണ്, പക്ഷേ അത് യൂസ് ചെയ്യുന്നതിൻ്റെ മോഡിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. കമ്പ്യൂട്ടേഷനൊക്കെ സിമിലർ തന്നെയാണ്, ബേസും അഡ്രസ്സും തമ്മിൽ ആഡ് ചെയ്യും, ഇൻഡെക്സും അഡ്രസ്സും തമ്മിൽ ആഡ് ചെയ്യും. അപ്പോൾ അതിലൊന്നും ഡിഫറൻസ് ഇല്ല. പിന്നെ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കേസിൽ മാത്രമേ ബേസ് രജിസ്റ്റർ മോഡും ഇൻഡെക്സ് മോഡും ഡിഫറൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് അഡ്രസ്സിംഗ് മോഡ്സിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്.